നിതീഷ് കുമാറിന് ഒരിക്കലും ഇന്ത്യ സഖ്യത്തെ ഒഴിവാക്കി പോവാൻ കഴിയില്ലെന്നാണ് കോൺഗ്രസ് വിശ്വസിച്ചിരുന്നത്. പക്ഷേ നിതീഷ് എല്ലാം ഉപേക്ഷിച്ച് BJPക്കൊപ്പം പോയി. ഇനി ഒരിക്കലും നിതീഷ് കുമാറിന്റെ വരവിനെ കുറിച്ച് കോൺഗ്രസ് ചിന്തിക്കേണ്ട. അദ്ദേഹം വരില്ല. കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിതീഷ് കുമാർ കണ്ടിരുന്നു. ഇനി സഖ്യം വിടില്ലെന്നാണ് നിതീഷ് പറയുന്നത്. പ്രധാനമന്ത്രി മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിതീഷ് കുമാർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും BJP അധ്യക്ഷൻ JP നദ്ദയെയും കണ്ടു. ബീഹാറുമായി ബന്ധപ്പെട്ട നിരവധി ഭരണ രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്തതായാണ് വിവരം. ദേശീയ രാഷ്ട്രീയത്തിനൊപ്പം ഫെബ്രുവരി 12-ന് ബീഹാറിൽ നടക്കുന്ന വിശ്വാസ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വിഷയമായതായാണ് വിവരം. 3 നേതാക്കന്മാരുമായി വാജ്പേയിയുടെ കാലം മുതലുള്ള ബന്ധം തനിക്കുണ്ടെന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത്. 1995-ൽ ആരംഭിച്ച ബന്ധമാണത്. 2 തവണ NDA സഖ്യം വിട്ട് ഞാൻ പുറത്തുപോയി. പക്ഷേ ഇനി ഞാൻ മുന്നണി വിട്ടു പോകില്ല. എപ്പോഴത്തേക്കും വേണ്ടിയാണ് ഇവിടെ ഞാൻ എത്തിയിരിക്കുന്നത്. ഞാൻ ഒരിടത്തേക്കും പോകില്ലെന്ന് മോദിക്ക് ഉറപ്പു നൽകിയിരിക്കുകയാണ് നിതീഷ് കുമാർ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇനി നിതീഷിനെ ഒരിക്കലും കാത്തിരിക്കേണ്ട. അതേസമയം 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോഴാണ് നിതീഷ് കുമാർ മുന്നണി മാറി വീണ്ടും NDAയിൽ എത്തുന്നത്. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ BJPയും JDUവും 17 സീറ്റുകളിൽ വീതം മത്സരിച്ചപ്പോൾ ലോക് ജനശക്തി പാർട്ടി ഇപ്പോൾ 2 വിഭാഗങ്ങളായി പിരിഞ്ഞ് 6-ലും മത്സരിച്ചു. ഇപ്പോൾ NDAയിൽ ബീഹാർ മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയും മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശ്വാഹയും ഉൾപ്പെടുന്നു. 37 അംഗ ബീഹാർ മന്ത്രിസഭയിൽ നിതീഷ് ഉൾപ്പെടെ 9 അംഗങ്ങൾ മാത്രമാണ് ആകെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നത്. അതേസമയം സീറ്റ് വിഭജനം അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയായില്ലെന്നാണ് നിതീഷ് കുമാർ പറഞ്ഞത്. അതെല്ലാം അതിൻ്റെതായ വഴിക്ക് നടക്കുമെന്നും തുടക്കം മുതലുള്ള കാര്യങ്ങളെല്ലാം BJP നേതാക്കൾക്ക് അറിയാമെന്നും നിതീഷ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും നിതീഷ് തന്റെ ചുമതലകളൊക്കെ വഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. LK അദ്വാനിയെ അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വസതിയിലെത്തി സന്ദർശിച്ചാണ് നിതീഷ് BJPയിലെ തന്റെ ആദ്യ കർത്തവ്യം നിർവഹിച്ചത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ NDA സഖ്യത്തിനൊപ്പം തിരിച്ചെത്തിയതിനു പിന്നാലെയാണ് നിതീഷ് BJPയുടെ മുതിർന്ന നേതാവിനെ കാണാനെത്തിയത്. അദ്വാനിക്ക് ഭാരതരത്ന ലഭിച്ചതിൽ അദ്ദേഹം ആശംസകൾ നേരുകയും ചെയ്തു. ലോക്സഭാ ഇലക്ഷനുകൾ അടുക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രത്യേക സന്ദർശനം. കഴിഞ്ഞ മാസം അവസാനത്തോടെയാണ് ഇന്ത്യ സഖ്യത്തിൽ നിന്ന് അദ്ദേഹം പിൻവാങ്ങിയത്. കോൺഗ്രസിന്റെ പ്രതിപക്ഷ പാർട്ടികളുടെയും കുടുംബാധിപത്യ രാഷ്ട്രീയത്തിലും അധികാരമോഹത്തിലും പ്രതിഷേധിച്ചാണ് അദ്ദേഹം BJP നയിക്കുന്ന NDA സഖ്യത്തിന്റെ ഭാഗമായത്. 2005 മുതൽ നീണ്ട 19 വർഷമായി ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് നിതീഷ് കുമാർ. 1990 മുതൽ 15 വർഷം നീണ്ട RJDയുടെ കാട്ടുഭരണത്തിൽ നിന്ന് ബീഹാറിനെ മോചിപ്പിച്ച് 2005 മുതൽ വികസനത്തിന്റെ പാതയിലൂടെ ബീഹാറിനെ നയിക്കുന്ന കഴിവുറ്റ ഭരണാധികാരിയായാണ് നിതീഷ് കുമാർ ദേശീയ രാഷ്ട്രീയത്തിൽ അറിയപ്പെട്ടത്. 2005 മുതൽ ബീഹാറിൽ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായിരുന്നു നിതീഷ് കുമാർ. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയ പ്രവർത്തന ശൈലി നിതീഷിനെ ഏറെ ജനപ്രിയനാക്കി. ഗ്രാമങ്ങളിൽ വൈദ്യുതി, വിദ്യാഭ്യാസം, ആരോഗ്യ മേഖലയിലെ വികസനം എന്നിവയിലൂടെ ബീഹാറിനെ മുന്നോട്ട് നയിച്ചു. 2016-ൽ സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പിലാക്കി. ക്രിമിനലുകളെ അമർച്ച ചെയ്ത് സ്ത്രീകൾക്കെതിരായ ആക്രമണങ്ങൾ ഇല്ലാതാക്കി. ഭരണതലത്തിൽ സ്ത്രീ ശാക്തീകരണം നടപ്പിലാക്കി. ഇന്ന് മുകളിൽ പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങളെയും കാറ്റിൽ പറത്തി നേതാവ് മറുകണ്ഠം ചാടിയിരിക്കുന്നു. ഇത് കോൺഗ്രസിന് വലിയൊരു തിരിച്ചടി തന്നെയാണ്.